ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിംഗ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈസിംഗ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തെല്ലാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിംഗ് ഡിസിഷൻ ഓർ പ്രൈസിംഗ് പോളിസീസ്. പ്രൈസിംഗ് പോളിസീസ് അല്ലെങ്കിൽ പ്രൈസിംഗ് ഡിസിഷൻസിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത്തരം ഘടകങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് കാറ്റഗറി ആയിട്ടാണ് പ്രൈസിംഗ് പോളിസീസ് അല്ലെങ്കിൽ പ്രൈസിംഗ് ഡിസിഷൻസിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, രണ്ടാമത്തെ കാറ്റഗറി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് which lie within the control of the organization. These factors are controllable. Internal factors എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ്റെ കൺട്രോളിലുള്ള ഘടകങ്ങളിലെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ്റെ കൺട്രോളിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ, അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എല്ലാ ഫാക്ടേഴ്സുകളും അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും കൺട്രോളബിൾ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദീസ് വേരിയസ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആർ എക്സ്പ്ലെയിൻഡ് ബിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അഥവാ ഓർഗനൈസേഷൻ്റെ കൺട്രോളിലുള്ള ഫാക്ടേഴ്സുകൾ നിരവധി ഫാക്ടേഴ്സുകളുണ്ട്. അത്തരം ഫാക്ടേഴ്സുകളെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം, രണ്ടാമത് കോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ്, മൂന്നാമത്തത് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, 4 മാർക്കറ്റിംഗ് മിക്സ്, 5 പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, 6 പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇത്രയും ഫാക്ടേഴ്സുകൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കൺട്രോളിലുള്ള ഫാക്ടേഴ്സുകളായിട്ടാണ് പറയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം. പ്രൈസ് ആർ ഫിക്സഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം. There are several objectives such as getting a target rate of return, profit maximization, building public image, price stabilization, etc. ഇവിടെ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ് ഏതൊരു ഓർഗനൈസേഷനും അവരുടെ പ്രൈസ് എന്താണ് ഫിക്സ് ചെയ്യുന്നത്. മാത്രമല്ല ആ ഒരു പ്രൈസ് ആ ഒരു ഫേമിന് ഫിക്സ് ചെയ്യണമെങ്കിൽ നിരവധി ഒബ്ജക്റ്റീവ്സുകളുണ്ട്. അത്തരം കേസുകൾ നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ നമുക്ക് എന്താണ് നിരവധി ഒബ്ജക്റ്റീവ്സുകളുണ്ട്. അത്തരം ഒബ്ജക്റ്റീവ്സാണ് ഗെറ്റിംഗ് എ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പ്രൈസ് സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ ബിൽഡിംഗ് പബ്ലിക് ഇമേജ്. ഈ പറയുന്ന എല്ലാ ഒബ്ജക്റ്റീവ്സുകളും നമുക്ക് കൺവേ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു ഓർഗനൈസേഷനിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻസിൻ്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ആ ഒരു പ്രൈസ് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി പ്രൈസ്. നോർമലി പ്രൈസ് ആർ fixed in such a way as to cover the cost and given reasonable margin of profit. പ്രൈസിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഥവാ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അഥവാ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ പ്രൈസുകൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ പറയുന്ന മാർജിൻ ഓഫ് പ്രോഫിറ്റ് അഥവാ മാർജിൻ ഓഫ് പ്രോഫിറ്റും അതുപോലെ തന്നെ കോസ്റ്റും കവർ ചെയ്യാനായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്തിനൊക്കെ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റീസണബിൾ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത മാർജിൻ ഓഫ് പ്രോഫിറ്റും അതുപോലെ തന്നെ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ഒരു പ്രൈസ് നിശ്ചയിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഓർഗനൈസേഷണൽ arrangement for fixing prices also influences the pricing decisions. Normally, overall pricing strategy is formulated by top executive, and actual fixing of price is done by the lower level managers. ഇത് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ, കാരണം ഇതിൽ ചിലതൊക്കെ നമ്മുടെ സ്പേസ് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അന്നൊരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഫോർ ഫിക്സിങ് പ്രൈസ് ഓൾസോ സ്പേസ് ഇൻഫ്ലുവൻസ് അങ്ങനെയാണ് വരുന്നത്, സ്പേസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. അതുപോലെ തന്നെ ഫോർമുലേറ്റഡ്
കൈൻഡ് ഒരു സ്പേസ് ഉണ്ട്, ദെൻ ബൈ, അങ്ങനെയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ്, ഈ പറയുന്ന പ്രൈസ് അത് ഫിക്സ് ചെയ്യുന്നതിനുള്ള ഓർഗനൈസേഷണൽ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ പ്രൈസിങ് ഡിസിഷൻസുകളെയും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനുള്ള പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന അറേഞ്ച്മെൻറ്റ്സിനെയും അതുപോലെ തന്നെ ആ പ്രൈസിങ് ഡിസിഷൻസിനെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സാധാരണയായിട്ട് മൊത്തത്തിലുള്ള ആ ഒരു പ്രൈസിങ് പോളിസി ആ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അഥവാ ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും അത്തരം സ്ട്രാറ്റജീസ് എന്താണ് അവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മാർക്കറ്റിംഗ് മിക്സ്. Price is one of the element of marketing mix. A change in any of the other elements such as product, promotion and physical distribution will have an impact on pricing. ഇവിടെ മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ് പ്രൈസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ്, പ്രൊമോഷൻസ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലെയും മെയിൻ ആയിട്ടുള്ളൊരു ഘടകമായിട്ടാണ് പ്രൈസിനെ കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊമോഷൻ ആണെങ്കിലും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും ഈ കാര്യത്തിലൊക്കെ എന്താണ് പ്രൈസിങ്ങിൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ? പ്രൈസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രോഡക്റ്റ് ഇൻ ഓർഡർ ടു differentiate from other several features like size, color, attractive packages etc. are added to the product. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സവിശേഷതകളെയാണ് പ്രൈസിങ്ങിനെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത്. മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ സൈസ്, കളറ്, അട്രാക്റ്റീവ്നെസ്, പാക്കേജസ് മുതലായ നിരവധി ഫീച്ചേഴ്സുകൾ പ്രോഡക്റ്റിന് ചേർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്തരം കേസുകളിൽ എന്താണ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിലും എന്താണ് ഡിഫറൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഓഫ് ദി പ്രോഡക്റ്റ്. പ്രൈസ് ഈസ് varied according to the stages in the life cycle. Different pricing strategies are followed during introduction, growth, maturity and decline stages of the product life cycle. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഏറ്റവും കൂടുതൽ പ്രൈസിനെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സൈക്കിൾ സ്റ്റേജസിൽ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് അനുസരിച്ച് പ്രൈസ് നമുക്ക് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സൈക്കിളിൽ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ സ്റ്റേജസിലും ഗ്രോത്ത് സ്റ്റേജസിലും മെച്യൂരിറ്റി സ്റ്റേജസിലും ഡിക്ലൈൻ സ്റ്റേജസിലും ഈ പറഞ്ഞ എല്ലാ സ്റ്റേജസുകളിലും എന്താണ് പ്രൈസിൻ്റെ പങ്ക് വളരെയധികം കൂടുതലാണ്, അല്ലെങ്കിൽ പ്രൈസിങ് സ്ട്രാറ്റജീസിൻ്റെ പങ്ക് കൂടുതലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻസ്. ദി ഫോളോയിങ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വുഡ് ഇൻഫ്ലുവൻസ് ദി പ്രൈസിംഗ് ഡിസിഷൻ, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, ജനറൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് ഗവൺമെൻറ് പോളിസീസ്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ കൺട്രോളിനും അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അഥവാ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. അത്തരം ഘടകങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് എന്നും പറയാം, ബിയോണ്ട് അല്ലെങ്കിൽ വിത്തൗട്ട് ദി കൺട്രോൾ അങ്ങനെയും പറയാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. അഥവാ ഓർഗനൈസേഷൻ്റെ കൺട്രോളിലല്ലാത്ത അഥവാ ഓർഗനൈസേഷനിലും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളാണ് കൂടുതൽ ഫോളോ ചെയ്യുന്ന ഫാക്ടറാണ് എന്താണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഫാക്ടേഴ്സുകളിൽ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് ഡിമാൻഡ്, രണ്ടാമത്തെ കോമ്പറ്റീഷൻ, മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ,
4 ജനറൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് ഫൈനലി ഗവൺമെൻറ് പോളിസീസ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ്? ദ നാച്ചർ ആൻഡ് കണ്ടീഷൻ ഓഫ് ഡിമാൻഡ് ഷുഡ് ബി കൺസിഡേർഡ് വെൻ ഫിക്സിംഗ് ദി പ്രൈസ്. ഈ ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഈസ് inelastic, it is better to fix a higher price for it. For it, on the other hand, if demand is elastic, lower price may be fixed. എന്താണ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഡിമാൻഡിൻ്റെ നാച്ചറും അതുപോലെ തന്നെ കണ്ടീഷൻസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും അഥവാ പരിഗണിക്കേണ്ടി വരും. മാത്രമല്ല ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അത് ഇന്നിലാസ്റ്റിക് ആണെങ്കിൽ അഥവാ അൺകൺട്രോളബിൾ ആണെങ്കിൽ അതിന് ഹയർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നേരെ മറിച്ച് അത് ഇലാസ്റ്റിക് ആണെങ്കിൽ അഥവാ കൺട്രോളബിൾ ആണെങ്കിൽ ഈ പറയുന്ന ഏറ്റവും ലോവർ പ്രൈസ് ആയിരിക്കും അവിടെ ഫിക്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് കോമ്പറ്റീഷൻ. In modern marketing, a manufacturer cannot fix his own price without considering the competition. A number of substitutes enter the market these days. Hence, the influence of substitute has also to be considered when fixing a price. A firm must be vigilant about the prices charged by competitors for the similar products. കോമ്പറ്റീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡേൺ മാർക്കറ്റിങ്ങിൽ ഒരു മാനുഫാക്ചേഴ്സിന് കോമ്പറ്റീഷൻ കൺസിഡർ ചെയ്യാതെ സ്വന്തം പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം കേസുകളിൽ നിരവധി സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് മാർക്കറ്റുകളിൽ പ്രവേശിക്കുകയും അതിനാൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സിൻ്റെ സ്വാധീനം കൺസിഡർ ചെയ്യേണ്ടതുമുണ്ട്. സിമിലർ ആയുള്ള പ്രോഡക്ട്സുകൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ഈടാക്കുന്ന പ്രൈസുകളെക്കുറിച്ച് ഒരു കമ്പനീസ് എന്താണ് അതിൻ്റേതായിട്ടുള്ളൊരു ജാഗ്രത അല്ലെങ്കിൽ ഒരു വിജിലൻ്റ് ആയിരിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഓൾസോ സംടൈംസ് അഫക്റ്റ് ദി പ്രൈസ്. ലോങ്ങർ ദി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഹയർ വുഡ് ബി ദി പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ. ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും പ്രൈസിനെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല ഇവിടെ ലോങ്ങർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അവർക്ക് എന്താണ് അവരുടെ പ്രൈസ് ഹയസ്റ്റ് ആവുന്ന കേസുകൾ അഥവാ ഹയർ ആവുന്ന കേസുകളിൽ അവർക്ക് എന്താണ് കൂടുതലായിട്ടുള്ള പ്രൈസ് അവർക്ക് അവിടെ ഫിക്സ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല അത് ലോവസ്റ്റ് ആവുന്ന കേസിൽ എന്താണ് ലോവസ്റ്റ് പ്രൈസുമായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ജനറൽ എക്കണോമിക് കണ്ടീഷൻ. പ്രൈസ് ഈസ് അഫക്റ്റഡ് ബൈ ദി ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് സച്ച് ആസ് ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, ട്രേഡ് സൈക്കിൾ എക്സെട്ര. ഇവിടെ ഈ പറയുന്ന ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ ഡീഫ്ലേഷൻ, ട്രേഡ് സൈക്കിൾ മുതലായ ജനറൽ ആയുള്ള എക്കണോമിക് കണ്ടീഷൻസുകളെ പ്രൈസിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അഥവാ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ദി ഇൻഫ്ലേഷണറി പീരീഡ് ദ മാനേജ്മെൻറ്റ് ഈസ് ഫോഴ്സ്ഡ് ടു ഹിസ് ഹയർ പ്രൈസ്. ഇൻഫ്ലേഷൻ പീരീഡ്സുകളിൽ മാനേജ്മെൻറ്റിൻ്റെ ഹയർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ മാനേജ്മെൻറ്റ് നിർബന്ധമാക്കുന്നുണ്ട് അഥവാ മാനേജ്മെൻറ്റിന് ഹയർ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ട കാര്യത്തിൽ ഈ ഇൻഫ്ലേഷൻ പീരീഡ്സിൽ എന്താണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ റിസഷൻ പീരിയഡ് ദി പ്രൈസ് ആർ റെഡ്യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദി ലെവൽ ഓഫ് ടേൺ ഓവർ. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസഷൻ പീരീഡ്സുകളിൽ നമ്മുടെ ടേൺ ഓവേഴ്സിൻ്റെ ആ തോത് അതെന്താണ് നിലനിർത്തുന്നതിന് പ്രൈസ് നമ്മൾ കുറയ്ക്കുക തന്നെ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ബൂം പീരിയഡ് പ്രൈസ് ആർ ഇൻക്രീസ്ഡ് ടു കവർ ദി ഇൻക്രീസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ബൂം പീരീഡിൻ്റെ കേസിൽ പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ്റെയും വർദ്ധിച്ചു വരുന്ന കോസ്റ്റ് അത് നികത്താൻ ഈ പറയുന്ന ബൂം പീരീഡിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. അത്തരം കേസുകൾ എന്താണ് നമ്മുടെ പ്രൈസ് എന്താണ് കൂടുതലാവുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ ട്രേഡ് സൈക്കിൾ അഥവാ നമ്മുടെ ബിസിനസ് സൈക്കിളിൻ്റെ ആ സ്റ്റേജസുകളിൽ ഏതൊക്കെ രീതിയിലാണ് ഈ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഗവൺമെൻറ് പോളിസീസ്. ഗവൺമെൻറ് പോളിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിങ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ് കൺട്രോൾ ബൈ ദി ഗവൺമെൻറ് ത്രൂ enactment of legislation. While fixing the price, a firm has to take into consideration the taxation and trade policies of government. ഇവിടെ പ്രൈസിംഗ് പോളിസീസ് ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് കൺട്രോളിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഈ പറയുന്ന ട്രേഡിംഗ് പോളിസീസിലൂടെ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു കമ്പനി ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷനും അതുപോലെ തന്നെ ട്രേഡിംഗ് പോളിസീസുകളും കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഗവൺമെൻറ് പോളിസീസിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സുകളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിംഗ് ഡിസിഷൻ. പ്രൈസിംഗ് ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന അഥവാ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്. രണ്ട് കാറ്റഗറിയായി തിരിച്ചു: ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം, കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ, then organizational factors, marketing mix, then product differentiation, product life cycle. Then external factors എന്താണ്? Demand, competition, competitors, then government policies, പിന്നെന്തായിരുന്നു ഗവൺമെൻറ് പോളിസീസ്, ജനറൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്നീ ഫാക്ടേഴ്സുകളാണ് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. കാരണം എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന് ചോദിക്കാൻ 100% ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.